നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇപ്പൊ തീർത്തോളാം. ഇനി മേലിൽ അടുക്കളയിലേക്ക് ഫോൺ കൊണ്ടുവരുന്നത് കണ്ടോ വാങ്ങിച്ച് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയും. ഒരു ഗുണവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങ് നടക്കും. ഐശ്വര്യയുടെ ഭീഷണി ഉണ്ടാവില്ലേ? മ്യൂസിക് സ്കൂളിന്റെ കാര്യത്തില് ഐശ്വര്യടത്തേക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഐശ്വര്യടത്തോട് അതുവഴി വരരുതെന്ന് ഞാൻ വിലക്കുകയും ചെയ്തോളാം. എങ്കിലും ഓക്കെ. അതെ, എങ്കിൽ ഞാനിപ്പോ വിളിച്ച് പറയട്ടെ രാധികെ. നമ്പറും ഉണ്ട്. ഇപ്പൊ വേണ്ട. അതെന്തു പറ്റി? ഇപ്പൊ വേണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്നെ പറയണം. ഇന്ന് എന്നെ അവളുടെ സമ്മതം അറിയണം. ഭഗവാൻ എന്തൊക്കെ കളികളാ കളിക്കുന്നത് അല്ലേ? കുറെ കാലം വിഷമിപ്പിക്കുക, പിന്നെ പതിയെ പതിയെ സന്തോഷം തന്നുകൊണ്ടിരിക്കുക. ചേച്ചി വാ, വേറെ എന്തൊക്കെ അവള് പറഞ്ഞെന്ന് എനിക്ക് കേൾക്കാൻ കൊതിയാവുക. വാ. ഹലോ, മോളെ. ആരാ? അങ്ങനെ വിളിക്കാൻ അധികാരമുള്ള ഒരാളാ. എനിക്ക് മനസ്സിലായില്ല. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് അശ്വതീച്ചയുടെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. അശ്വതീച്ച എന്നെ കുറിച്ച് മോളോട് പറഞ്ഞു എന്നും പറഞ്ഞു. ആ, ഒരു മാഡത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേ ആളാണോ? അതെ. എന്ത് ജോലിയാ മോക്ക് ചെയ്യാൻ ഇഷ്ടം? അത് ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. എന്ത് ജോലി ആയാലും മതി. എത്ര കഷ്ടപ്പാടുണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ കഷ്ടപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുട്ടി നന്നായിട്ട് പാടുമല്ലോ. ഞാനൊരു പാട്ട് ശ്യാമ മാഡത്തിന്റെ കൂടെ പാടിയിട്ടുണ്ട്. ആണോ? അതെന്റെ ഭാഗ്യം പോലെ ഒരു അവസരം കിട്ടിയതാ. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായി. അതെന്തു പറ്റി? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്ന ശ്യാമ മാഡത്തിനെ അടുത്ത് കാണണം എന്നുള്ളത്, എനിക്കൊന്ന് സംസാരിക്കണം എന്നുള്ളത്. അന്ന് ഞാൻ പാടുമ്പോ ശ്യാമ മാഡം സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് സാരമില്ല. എന്നായാലും കുട്ടിയുടെ ആഗ്രഹം സാധിക്കും. അല്ല, ഇത്രയും ആരാധികയുള്ള ശ്യാമ മാഡത്തിനെ കാണുമ്പോ കുട്ടി എന്താ ചെയ്യാ? കുറച്ചു നേരം എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. പറ്റെങ്കിൽ ഒന്ന് തൊടണം. പിന്നെയും അനുവദിക്കുമെങ്കിൽ എനിക്ക് പിന്നെയും അനുവദിക്കുമെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിക്കും. ശ്യാമ മാഡത്തിന് പകരം ഞാനത് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. മോളെ, ഞാനൊരു മ്യൂസിക് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാ. അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ? അയ്യോ, പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാല്
സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. സംഗീതമായാലും നൃത്തമായാലും ഡിഗ്രി ഒന്നും അല്ലല്ലോ ആവശ്യം. കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സംഗീതത്തിലും നൃത്തത്തിലും മോളുടേതായിട്ടുള്ള പഠനം തുടരുകയും ചെയ്യാം. സത്യമാണ് ഈ പറയുന്നൊക്കെ? പിന്നല്ലാതെ. ഇന്നലെ കണ്ട മാഡത്തിന് ചെറിയൊരു പരിചയമുള്ളൂ. അവരോടൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മാഡം ഇന്ന് തന്നെ എന്നെ വിളിക്കുന്നു. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യൂ. ഏറ്റവും വേണ്ടപ്പെട്ട ആള് തന്നെയാന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതാണോ? അത് അച്ഛനോടൊന്ന് ചോദിച്ചിട്ടല്ലാതെ ഞാൻ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാറില്ല. ഞാൻ പറയാം മാഡം. അതെ, മോള് വരും, എനിക്കറിയാം. മാഡത്തിന്റെ പേരെന്താ? രാധികേ, ആരോടാടി പാതിരാത്രിക്ക് നിന്ന് കഥ വിളമ്പുന്നത്? അത് മുത്തശ്ശി. പാത്രം കഴുകുന്നതിനിടയ്ക്ക് അവക്ക് ഫോണ്. ഇതൊക്കെ നീ ഇനി എപ്പ കഴുകാനാ? ഞാൻ ഇപ്പൊ തീർത്തോളാം. ഇനി മേലിൽ അടുക്കളയിലേക്ക് ഫോൺ കൊണ്ടുവരുന്നത് കണ്ട വാങ്ങിച്ച് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയും. ഒരു ഗുണവുമില്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങ് നടക്കും. മര്യാദയ്ക്ക് അത് കഴുകി തീർക്കടി. ഹലോ, സോറി മാഡം. ഞാനേ അച്ഛനോട് ചോദിച്ചിട്ട് മാഡത്തിനെ തിരിച്ചു വിളിക്കാം. ഞാൻ വെക്കുകയാണേ. ശരി. ഹലോ ഹലോ. കൃഷ്ണ, എന്തോ ശ്യാമേ? ചേച്ചി, മോളെ ആരോ വല്ലാണ്ട് വഴക്ക് പറഞ്ഞു. അതിപ്പോ അവക്കവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടത്. മുത്തശ്ശിന്ന് വിളിച്ചു. അതൊക്കെ ഒരു സാധാരണ സംഭവമല്ലേ. പെൺകുട്ടികൾ രാത്രി നേരത്ത് ഫോണിൽ സംസാരിക്കുമ്പോ മുത്തശ്ശിമാർക്കത് പിടിക്കില്ല. അങ്ങനെ കണ്ടാ പോരെ? ചേച്ചി, ഞാൻ അവളെ മോളേന്ന് വിളിച്ചു. ഞാനവക്ക് ഉമ്മയും കൊടുത്തു. എന്തായി പറയുന്നേ? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ശ്യാമ മേഡത്തെ കാണുന്നതാണ്, ശ്യാമ മേഡത്തെ തൊടുന്നതാണ്. ശ്യാമ മേഡത്തിനോട് ഒരു ഉമ്മ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ശ്യാമയാണെന്ന് മനസ്സിലായോ ആ കുട്ടിക്ക്? ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.